ഇസ്രയേലും ഗാസയും തമ്മിലുള്ള യുദ്ധത്തിന് ശേഷം ഗാസ പുനർനിർമ്മിക്കുവാനുള്ള പദ്ധതിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു. ഗാസയിലെ മുഴുവൻ ജനങ്ങളെയും ഒഴിപ്പിച്ച് പുതിയ ഗാസ നിർമ്മിക്കുകയാണ് ട്രംപിന്റെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിന് പിന്നിൽ ഒരു കാരണവുമുണ്ട്. ഗാസയുടെ മണ്ണിൽ നിന്നും ഭീകരവാദത്തെ വേരോടെ പിഴുതുകളയുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. ഇസ്രയേലിന് ഭീഷണിയായി ഹമാസ് ഒരിക്കലും ഇനി മാറരുതെന്നാണ് ആത്യന്തികമായ ലക്ഷ്യം. ഗാസയിലെ ജനങ്ങളിലെ ഒരു ഭാഗം ഈജിപ്തും ജോർദാനും കൂടെ അറബ് രാജ്യങ്ങളും ഏറ്റെടുക്കണമെന്നാണ് ട്രംപ് നിർദ്ദേശിച്ചത്. ഗാസയുടെ പുനർനിർമ്മാണത്തിന് ശേഷം ജനങ്ങളെ പുനരധിവസിപ്പിക്കണം എന്നതാണ് പദ്ധതി. ട്രംപിന്റെ ഈ നിർദ്ദേശത്തോട് ജോർദാനും ഈജിപ്തും അനുകൂലമായ നിലപാടായിരുന്നില്ല സ്വീകരിച്ചു വന്നത്. അതിനിടയിലാണ് ഈജിപ്ത് വിദേശകാര്യമന്ത്രിയുമായി US സ്റ്റേറ്റ് സെക്രട്ടറി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ചർച്ചകളിൽ ഹമാസ് ഇനി ഒരിക്കലും ഗാസ ഭരിക്കാനോ ഇസ്രായേലിന് ഭീഷണിയായി ഉയരാനോ കഴിയില്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ട ആസൂത്രണം ഉണ്ടാകണമെന്നും അതിനുവേണ്ട ചർച്ചകൾ ഉണ്ടാകേണ്ട പ്രാധാന്യത്തെക്കുറിച്ചും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി.